ലച്ചൂസേ ഇത് ഇന്നെങ്ങാനും എത്തുമോ? കുറെ നേരമായി നടപ്പ് തുടങ്ങിയിട്ടു. ഇപ്പൊ എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം എന്നാ പറഞ്ഞേ? ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞല്ലേ കേശു ഒന്ന് വണ്ടി കൊടുത്തുവിടണ്ടാന്ന്. അവൻ വണ്ടിയായിട്ട് പോട്ടേ, കോളേജിൽ ഇച്ചിരി ഷൈനൊക്കെ ചെയ്യട്ടെ. നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എന്താ പിന്നെ നമുക്കല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് റോട്ടിൽ കൂടെ നടക്കാം. പാട്ടൊക്കെ പാടി പോ. എന്നാ പിന്നെ ഒരു പാട്ട് പാട്. പാട്ട് പാടണോ? എന്റെ എല്ലാം എല്ലാം മല്ലാണെങ്കിൽ എനിക്കത് കേക്കണ്ട. ആണോ? എനിക്കതല്ലേ അറിയുള്ളൂ. നീ വാ. നമ്മുടെ സ്ഥലം ഇവിടെയാണോ? ഓക്കേ. ലച്ചു നീ കേറിക്കോ. നിനക്കെന്താ പാസലിൽ കയറുന്നാണോ? അല്ല വേറൊന്നും അല്ല, ഞാൻ അകത്ത് വന്ന മൊത്തം പോസ്റ്റ് ആയിരിക്കും. പോസ്റ്റ് ഒന്നുമില്ല, നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്ത് അവിടെ ഇരിക്കാന്നേ. വാ. ഞാൻ ഫേഷ്യൽ ചെയ്യാനോ? അതിനിപ്പെന്താ? ലച്ചൂസെ ഞാൻ ഈ ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാനും അങ്ങനത്തെ ഒരാളാ. പിന്നെ വല്ലപ്പോഴും തവലൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? നമുക്ക് മറ്റേ ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്കൊരു പിടിയൊക്കെ പിടിക്കാം. ബാ. ഫ്രൂട്ട് ഫേഷ്യൽ അല്ലേ? വേണ്ട വേണ്ടാത്തണ്ട. ലച്ചൂസിന് എത്ര ടൈം എടുക്കും ഇവിടെ? അത് പറ. എനിക്ക് ഇവിടെ ഒരു 1.5-2 മണിക്കൂർ പിടിക്കുമായിരിക്കും. 2 മണിക്കൂറോ? പിന്നെ ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം, ഹോട്ടൽ മസാജ് ചെയ്യണം, ഹെയർ സ്പാ ചെയ്യണം, പറ്റുവാണെങ്കിൽ ഹെയർ കളർ കൂടെ ചെയ്യണം. ഓ ഇത്രയും ചെയ്യണോ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്റെ പൈസയൊക്കെ ചെലവാക്കാനുള്ളതാണല്ലോ അത്. പിന്നെ കാർഡ് കൊടുത്താ ഞാൻ തന്നോളാം. ഞാൻ അതിന് ചെല്ല്. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരലൊന്നും നടക്കുമൊന്നുമില്ല. നിനക്ക് ബോറടിക്കുവാണെങ്കിൽ നീ അകത്തേക്ക് വന്നാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കൊന്ന് 2 പേര് വിളിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു പാർലർ ഉണ്ട്. അവിടെ ഫേഷ്യൽ ചെയ്യണോ? ഐസ്ക്രീം പാർലർടാ. ഐസ്ക്രീം ഫേഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോവാ. ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ. അളിയാ കാലിക്കറ്റ് വരണമെന്ന് ആഗ്രഹം ഉണ്ടളിയാ. അത് നമുക്ക് ഒരു ദിവസം പിടിക്കാം. ഞാൻ ഇവിടെ കുറച്ച് പോസ്റ്റ് പരിപാടികളിൽ ഇൻവോൾവാ. പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? കാലിക്കറ്റാണോ? കാലിക്കറ്റ് ഞാൻ ഒരു ദിവസം ഇറങ്ങാം. ഇവിടുത്തെ തിരക്കൊക്കെ ആയിട്ട്. എടാ കൃഷ്ണകുമാർ, ഇറുക്ക് കൃഷ്ണകുമാർ. ഞാൻ വിളിക്കാം. എന്റെ സ്റ്റാൻഡ് എവിടെ? അളിയാ അളിയാ ഇല്ല, കൊല്ലത്തില്ല. വന്നേ ചോദിക്കട്ടെ. നീ എന്തുവാടാ ഇത്? താടിയൊക്കെ വെച്ച് ആകെ മാറിപ്പോയല്ലോ. പ്രായമായിക്കൊണ്ടിരിക്കല്ലേ അളിയാ? അത് ശരിയാ, പ്രായമായി. അല്ല നീ എന്താ ഇവിടെ? ഇറക്കെ പോട്ടെ. നീ എന്താ ഇവിടെ? എടാ ഞാൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി വഴിയാ. ഷോപ്പോ? ആളിയാ നീ നടത്തുന്നോ? അപ്പൊ മൊയിലാളിയാ? മൊയിലാളി എന്ന് പറഞ്ഞാൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 4 പേരാണല്ലോ. എന്താടാ മൊയിലാളി എന്നല്ലേ? മുതലാളിയൊക്കെ തന്നെ. പക്ഷെ ഞാനവന്മാരെ തൊഴിലാളി അവരുടെ ഇടക്ക് കളിയാ, വേറെ വഴിയില്ല. എന്നാലും നിനക്ക് വന്ന മാറ്റങ്ങളെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം ഗുരുത്തക്കേടാണ് ഒപ്പിച്ചേക്കത്. അളിയ അത് മാത്രം നീ മറന്നിട്ടില്ലല്ലേ? അതൊന്നും മറക്കില്ല. മനു ദീപക്കൊക്കെ എവിടെ ഉണ്ട്? അവന്മാരൊക്കെ വിളിക്കാറുണ്ട്. നീ വിളിക്കാറില്ലേ അവന്മാരെ? കുറച്ചായിട്ട് കോണ്ടാക്ട് ഇല്ല. എല്ലാരും ഒന്ന് വിളിക്കണം, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം. അളിയ ഇത് ഞാനിവിടെ ചിന്തിക്കാറുണ്ട്. നീ ഇപ്പൊ ബിസിയാണോ? ബിസി ആണെന്ന് വെച്ചാ ബിസിയാണ്. പക്ഷെ നിന്നെ കണ്ടപ്പോ എല്ലാ ബിസിയും മാറി. പിന്നെ അല്ല. എന്നൊരു കാര്യം ചെയ്താല, നമുക്കൊന്ന് പുറത്തോട്ട് പോയി കറങ്ങിട്ട് തന്നല്ല. പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ. പിടിക്കണം. എങ്ങോട്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനേ. വണ്ടിയാണോ സൂക്ഷിച്ച് പോയല്ലേ? എന്തായിരുന്നല്ലേ എന്നുള്ള കാലമൊക്കെ. ഇനി അതുപോലത്തെ ടൈം വരുമോ എന്നുള്ളതാണ്. ഇതാണ് വീട്. നീ ഇത്ര വലിയ സെറ്റപ്പ് ആയിരുന്നു? സെറ്റപ്പാ? എടാ ഇതിന്റെ വൈഫ് ഹൗസാ. വൈഫ് റിച്ച് അല്ലേ? പോയടാ. അന്ന് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കൂടെ പഠിച്ച മൈഥിലി ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? നീ അതൊക്കെ വിട്ടില്ലേ? പറ. കോണ്ടാക്ട് ഉണ്ടോന്ന് ചോദിച്ചാ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പക്ഷെ റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ലടാ. വാട്സപ്പിൽ നീ മെസ്സേജ് അയക്കുന്നുണ്ട്. വെറുതെ അല്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയേ. അത് നീ കണ്ടാ? അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ എന്തായാലും വന്നതല്ലേ, വാ അകത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം. അളിയാ സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ചായ കുടിച്ചിട്ട് പോടാ. എടാ കടയിൽ നല്ല തിരക്കണം, നിനക്ക് അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാനിപ്പോ ഇവിടം വരെ വന്നത്. ഞാൻ വേറെ ഒരു ദിവസം വരാം അളിയാ. ഒരു വട്ടം കൂടെ നിർബന്ധിക്കും അളിയാ? നിർബന്ധിക്കല്ല അളിയാ, വന്നു പോകണ്ട. പിന്നെ ഒരു ദിവസം വരാം, എന്തായാലും വരാം. ഓക്കെ. ഓക്കേടാ. നമ്മളിനിയും കാണണം.
തീർച്ചയായിട്ടും. പിന്നെ കാണൂലല്ലോ, ഇതെന്ത് വർത്താനാണത്? വല്ലടാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴേ എന്താന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. എടാ എനിക്കും അതെ, എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റണല്ലോ. പക്ഷെ ഇപ്പൊ കടയിൽ തിരക്കായോണ്ടാണ്. ഒരു കുഴപ്പമില്ല. അല്ലെ എന്തായാലും ഞാൻ നിന്റെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകായിരുന്നു. ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരു വരും കേട്ടാ. ആടാ ഉറപ്പായിട്ടും. ചെല്ലട്ടാ, ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അത് വേണം, അത് എന്തായാലും വേണം. അത് അപ്പൊ എന്തായാലും കാണാം. വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചു പറ. തീർച്ചയായിട്ടും പറയാടാ. ഓക്കെ ബൈഡാ. ബൈടാ. ഓക്കെ. ഹലോ, എപ്പ എത്തി? എന്താ ആലോചിച്ചിങ്ങനെ ഇരിക്കണേ? ഒന്നും പറയണ്ട മൈ, ഞാൻ കുറച്ചു നേരത്തേക്ക് സ്കൂൾ കാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി നൊസ്റ്റാൾജിക് ആയതാ. അതെന്ത് പെട്ടെന്ന് അങ്ങനെ? എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് പഠിച്ച എന്റെ ബെസ്റ്റ് ബഡ്ഡി കിർക്ക് കൃഷ്ണകുമാറിനെ ഞാൻ കണ്ടു യാദൃശികമായിട്ട്. അപ്പൊ പഴയ ഓർമ്മകളൊക്കെ സംസാരിച്ച് പഴയ ഫീലിലേക്ക് അങ്ങ് പോയി. എന്ത് രസമായിരുന്നു അറിയോ? ഓ അടിപൊളിയായിരുന്നു. ഒരു ടൈം മെഷീൻ കിട്ടുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ബാക്കിലേക്കൊക്കെ ഒന്ന് പോവായിരുന്നു. എന്നിട്ട് ഫ്രണ്ട് എവിടെ? അവനിപ്പോ എന്നെ കൊണ്ടാക്കിട്ട് തിരിച്ചു പോയി. ഓടിവാടി. അമ്മ എവിടെ? അമ്മ എവിടെന്നാ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ബ്യൂട്ടി പാർലറിൽ പോയേ? ലച്ചു എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയാ? ലച്ചു പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? അതെ 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 അതെ. അമ്മ അയ്യോ, ലെറ്റസ് ബ്യൂട്ടി പാർലറിൽ ഞാനായിട്ട് ഒരുമിച്ചാണല്ലോ പോയത്. അപ്പം അവളെന്റെ അടുത്ത് പറഞ്ഞൊരു 1.5 മണിക്കൂർ ഫേഷ്യൽ ചെയ്യാനൊക്കെ എടുക്കുമെന്ന്. അപ്പൊ നമുക്ക് അറിയാലോ ബ്യൂട്ടി പാർലറിന്റെ പരിപാടി 2-2.5 മണിക്കൂർ വരെ പോയേക്കുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ വന്നതാ. അപ്പൊ സിദ്ധു ഫ്രണ്ടിനെ എവിടെ വെച്ച് കണ്ടേ? ഫ്രണ്ടിനെ ഞാൻ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ട് വെച്ച് കണ്ടു. അവളെ വിളിക്കുമ്പോ പോയാ മതി. ഇനി அப்படின்னா சித்து உள்ளவா ஸ்ட்ராங்கா டீ குடிச்சிட்டு போலாம். വേണ്ട വേണ്ട വേണ്ട, ടീ ഇറങ്ങത്തില്ല. പോണം 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 പോണം. കോള് വരും. പോവാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ അവിടെ ബോറടിച്ചിരുന്നപ്പോ വന്നതല്ലേ പോസ്റ്റ്. അയ്യോ ലച്ചു വിളിക്കുന്നു. അല്ലല്ല, ഹായ് ലച്ചു വിളിക്കുന്നു പറഞ്ഞതാ. ലച്ചു വിളിക്കുന്നെങ്കിൽ ഫോൺ എടുക്ക സിദ്ധു. ഫോൺ എടുക്കട്ടെ. ഫോൺ എടുത്ത് വെറുതെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറയും. ഞാനത് അങ്ങോട്ട് പോട്ടെ. പോട്ടെ. நாரங்க வெள்ளம் குடிச்சிட்டு போலாம். അയ്യോ നാരങ്ങ വെള്ളം വേണ്ട, എനിക്ക് പോണം. പോയിട്ട് വരാം. ലച്ചുവിനെ കൂട്ടി വരാം. இவன் എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നേ? അതുതാമ്മ എനിക്കും പുരിയവേ മാട്ടേങ്കരുത്. ലച്ചു സിദ്ധും കൂടെ അല്ലായിരുന്നു അങ്ങോട്ട് പോയേ? ആമാ. പിന്നെന്തിനാ അവനിപ്പോ ഇങ്ങോട്ട് വന്നേ? അത് ഫ്രണ്ടിന്റെ കൂടെ വന്നെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെന്തിനാ ഇപ്പൊ അവൻ അങ്ങോട്ട് പോയേ? അയ്യോ, അത് ലച്ചുവിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊക്കെയായി പറയുന്നേ? അമ്മ ലച്ചുവിനെ വിളിക്കാൻ സിദ്ധു ഇപ്പം പോയി. ഫ്രണ്ടിന്റെ കൂടെ സിദ്ധു ഇങ്ങോട്ട് വന്ന്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാ പോരായിരുന്നു? അമ്മ ഫ്രണ്ടിനെ കണ്ടപ്പോ സിദ്ധു ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങ് വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എനക്കും ഒന്നും പുരിയല്ലമ്മ. ഫ്രണ്ടിനെ കണ്ടപ്പോ ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന ലച്ചുവിനെ മറന്നു അവൾ അറിഞ്ഞു കഴിഞ്ഞാ കൊല്ലു എന്നെ. என்ன கல்லு? ഇവിടെ എന്തടക്കില്ലേ? இங்கயா? അല്ല, അവിടെ. ஓ, இங்க தானே? க்ளீன் ஆயிடுதா? പിന്നെ അവിടെ. எங்க? അവിടെ. அங்க அப்புறம் போயிட்டு துடைக்கிறேன். இப்ப இங்க துடைக்கவா? ഇവിടെ എന്തടക്കില്ലേ? ஏன் கொஞ்சம் மாத்தி கொடு, துடைக்கிறேனே. ആന്റി അവിടെയൊക്കെ തുടക്കും. இங்க தானே? ലെച്ചൂസ് വന്നച്ചാ? അമ്മ അച്ഛനവിടെ. അച്ഛനൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അച്ഛനൊക്കെ കൊണ്ടുകളഞ്ഞ. അയ്യോ, നിന്റെ അച്ഛനെ ഞാനല്ല കൊണ്ടേ കളഞ്ഞത്, നിന്റെ അച്ഛൻ എന്നെയാണ് കൊണ്ടേ കളഞ്ഞത്. എന്റെ ആന്റി, ഞങ്ങൾ പാർലറിൽ പോയി. അപ്പൊ ഞാൻ സിദ്ധുന്റെ അടുത്ത് നീ കയറാൻ പറഞ്ഞു. അപ്പൊ സിദ്ധു പറഞ്ഞു കുഴപ്പമില്ല, നീ കയറി നിന്റെ പരിപാടിയൊക്കെ ചെയ്തോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ഫേഷ്യലും ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞ്
കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ സിദ്ധുവിനെ കാണണ്ടേ? സിദ്ധു അവിടെ ഇല്ല. അയ്യോ എങ്ക പോനാ? ആ അതെനിക്കറിയോ. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് സിദ്ധു പറഞ്ഞു ലച്ചു ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്, ഇപ്പൊ വരാൻ മറ്റേതാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നേരം ഞാൻ അവിടെ നിന്ന് മനുഷ്യന്റെ കാലും കഴിച്ച് ദേഷ്യം വന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചേക്ക് പോന്ന്. ஐயோ நல்லாச்சு லெச்சு. എന്തോന്ന്? ஐயோ உன்னோட முகம் அழகா இருக்கு இப்போ. ആ താങ്ക് യു. എടേ സിദ്ധു ഇവിടെ വന്നിട്ട് ഓടിച്ചാടി പോണുണ്ടല്ലോ. ആ സിദ്ധു ഇവിടെ വന്നിട്ട് ഓടിച്ചാടി പോണുണ്ട്. വീട്ടില് വന്നാ? ആ സിദ്ധുവാ? ആ അല്ല അപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും സിദ്ധു അവിടെ അടുത്തുണ്ട്, ഇപ്പൊ വരാന്നൊക്കെയാണോ പറഞ്ഞത്? അപ്പൊ കൂട്ടുകാരനെ മോള് കണ്ടില്ലയോ? അതിന് ഞാൻ പാർലല്ലേ അമ്മൂമ്മ, ഞാൻ എന്തിനാണ് എന്റെ കൂട്ടുകാരെ കാണാൻ പോണത്? അയ്യോ അതല്ല, സിദ്ധുവിന്റെ കൂട്ടുകാരനെ നീ കണ്ടില്ലേന്ന്. സിദ്ധുവിന്റെ കൂട്ടുകാരൻ? ഏത് കൂട്ടുകാരൻ? பாவம் அந்த கூட்டுக்காரன் இங்க வர வந்தான். ആന്റി ആ കൂട്ടുകാരനെ കണ്ട? இல்ல பாரு நான் பாக்கல. അതിപ്പോ ഇവിടെ ആരും കണ്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ എന്തോന്നൊക്കെയാണേ പറയുന്നത്? ഒരാൾ പറയുന്ന ഫ്രണ്ട് വരുന്നു, ഒരാൾ പറയുന്ന ഫ്രണ്ടിനെ കണ്ടില്ല, ചിലർ പറയുന്ന ഫ്രണ്ട് വന്നില്ല. ശരിക്കും എന്താ സംഭവിച്ചേ? എടേ അവന്റെ ഫ്രണ്ട് അവനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആ ഫ്രണ്ട് അങ്ങ് പോയി. അല്ല അപ്പൊ സിദ്ധു ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ എവിടെയെന്ന്? ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്? ആടെ ചോദിച്ച് അപ്പൊ പറഞ്ഞു നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നാ അവൻ പോസ്റ്റ് ആവും. പക്ഷെ നീ സമയത്തിന് ഇറങ്ങിയല്ല, അതുകൊണ്ടല്ലേ സിദ്ധു ഇവിടെ എത്തിയ ഉടനെ അവന്റെ ഫോണിൽ നിന്റെ കോൾ വന്നത്. സിദ്ധു ഇവിടെ വന്നിട്ട് പോണ്ട കാര്യം എന്താ? ചേച്ചി നിങ്ങൾ ഷോപ്പിങ്ങിന് പോയോ? ഇപ്പൊ മിണ്ടായി വെച്ചവിടെ. അമ്മ അമ്മ ഫേഷ്യൽ ചെയ്തോ? ആ ചെയ്തെന്തേ? എന്തൊക്കെ ചെയ്തിട്ടെ ഒരു ഭംഗിയാവുന്നില്ല. ഇത് നേരത്താണാവോ? സിദ്ധു ഇവിടെ വന്നിട്ട് പോണ്ട കാര്യം എന്താണാവോ? അതല്ലയോ പറഞ്ഞത് കൂട്ടുകാരനെ കൊണ്ട് വന്നാന്ന്. അത് അമ്മമ്മ കണ്ടാ? ഇല്ല. അത് പിന്നെ മിണ്ടാണ്ടിരിക്കണം. സ്ഥലം വരട്ടെ, വരുമ്പോ ചോദിക്കാം. എന്റെ പൊന്നു ലച്ചു, നീ ഒന്ന് ഫേഷ്യൽ എന്ന് പറയുമ്പോ ഇത്രയും വരെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്നാ സൗന്ദര്യ നോക്കി അല്ലേ നീ? ഓ എന്റെ പൊന്നെ, ഇന്നൊന്നും പറയണ്ട, മൊത്തം കോമഡി. ലച്ചുവിനെ ഞാൻ അവിടെ പോയി തപ്പിയപ്പോ ലച്ചുവിനെ കണ്ടില്ല. അവിടെ ഇന്നൊരു ചൈനീസ് പെൺകൊച്ചില്ലായിരുന്നു. ചൈനീസ് പെൺകൊച്ചിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ലച്ചൂസ് എന്ന് പറഞ്ഞ ആളെ കണ്ടോന്ന്. അപ്പൊ അവർക്ക് മനസ്സിലായില്ല. എന്റെ അടുത്ത് ചോദിക്കുക നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി അല്ലേ അത്. അവർക്ക് മനസ്സിലായി നീ എന്നുള്ള കാര്യം. മൊത്തം കോമഡി തന്നെ. ഓ എന്നാലും നീ ഇവിടെ എത്തിയല്ലോ കറക്റ്റ് ടൈം, എനിക്ക് അത് മതി. എവിടെ പോയതാ? നീ ലേറ്റ് ആവുന്ന കരുതി ഞാനിവിടെ എത്തിയല്ലോ. എന്താ? ഞാൻ ലേറ്റ് ആവുന്ന കരുതി നീ ഇവിടെ എത്തിയല്ലോ. എന്റെ കൂട്ടുകാരൻ അവിടെ? അവൻ ലേറ്റ് ആവുന്ന കരുതി അവൻ വീട്ടിൽ പോയല്ലോ. നീ എവിടെ വെച്ചാ കൂട്ടുകാരനെ കണ്ടേ? കഫേല്. നീ എന്തിനാ കഫേ പോയെ? അയ്യോ എന്റെ പൊന്നു ലച്ചു, നിന്റെ ഒരു കോമഡി. അതെ നിങ്ങൾ പറ, നമ്മളൊക്കെ എന്തിനാ കഫേ പോകുന്നേ? പറ. സിദ്ധു കഫേ പോയ കൂട്ടുകാരനെ കാണാനോ? എന്നാൽ അല്ല, നമ്മളൊക്കെ കഫേ പോകുന്നത് ചായയും സ്നാക്സ് ഒക്കെ കഴിക്കാനാ. പക്ഷെ ഞാനും ചായയും സ്നാക്സും കഴിച്ചില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിദ്ധുവിന് വിഷമില്ല. അല്ല, എന്റെ കൂടെ ലച്ചൂസ് ഇല്ല. എന്നാ പിന്നെ ലച്ചു വന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോയാ പോരായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അത് ലച്ചൂസ് ലേറ്റ് ആയില്ലേ, അതുകൊണ്ടല്ലേ. അതിന് ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇവിടെ കാര്യം ഫേഷ്യലൊക്കെ ചെയ്തപ്പോ സുന്ദരിയല്ലേ? കുറച്ച് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ടെന്ന്. കുറച്ച് സംസാരിച്ചിട്ട് വരാവേ. സംസാരിക്കാൻ പോയതല്ല, അമ്മയുടെ വായിന്ന് ചീത്തയാക്കാൻ പോയത്. ഹലോ. അതെ അങ്ങനെയുള്ള കാര്യങ്ങളാതെ. ഫോൺ തന്നെ. ഫോൺ താ. എന്തുവാ കിടന്ന് കാണിക്കുന്നേ? റൂമിൽ കയറിയിരുന്ന ഫോൺ വിളി, പുറത്തിറങ്ങിയപ്പോ ഫോൺ വിളി, സിറ്റ് ഔട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന ഫോൺ വിളി. ലച്ചു, ഞാൻ എന്റെ GM-ന്റെ അടുത്തൊന്ന് സംസാരിച്ചതാ. നാട്ടിൽ വന്ന് നിന്നപ്പോ വല്ലാത്തൊരു സുഖം. അപ്പൊ 1 മാസത്തെ ലീവും കൂടെ തരുമോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതല്ലേ. പൊന്നുമോനെ, നീ 1 മാസം കൂടെ ഇവിടെ നിന്ന് സഹായിക്കല്ലേ? എത്രയും പെട്ടെന്ന് കയറി പോവാൻ പറ്റുമെങ്കിൽ പോവാൻ നോക്ക്. ആളെന്താ ലച്ചു അങ്ങനെ ഒരു ടോക്ക്? എനിക്കേ സംതിങ് ഫിഷി. വാട്ട്? നീ ഒന്ന് ഊതിക്കേ. ലച്ചു, ഞാൻ എന്തിനാ ഊതുന്നേ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. വരയ്ക്ക് ഊതടാ. ലച്ചു, നീ പറയുമ്പോ നീ ആരാ, പോലീസാണോ? എന്ത്
അല്ല ചേച്ചി പോലീസ് വേഷത്തിൽ ഇരിക്കുന്ന ആലോചിച്ച് ചിരിച്ചു. കൊച്ചേ നീ മേടിക്കുവേ ഊതടാ. ഞാൻ എന്തിനാ ഊതുന്നേ? അമ്മ ബോധം കിട്ടു വിട്ട്. കല്ലുവേ മിണ്ടാതിരുന്നോ? ലച്ചു നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കല്ലേ. എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത് മര്യാദയ്ക്ക് ഊതിക്കോ. എന്റെ പൊന്നിന്നാ അളിയാ അളിയൻ ഞങ്ങളെ കൂട്ടാതെ പോയി പബ്സ് ഇന്നല്ലേ? നമ്മുടെ കള്ള എന്നെ കൂട്ടാതെ പബ്സ് ഇന്നല്ലേ? ഒന്ന് പോയി തരുമോ രണ്ടെണ്ണം കൂടെ ടെൻഷൻ ആക്കാറ്. എന്റെ പൊന്നു ലച്ചു ഞാൻ ഒരു കാര്യം പറയാം, ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വളച്ചൊടിക്കാൻ നിക്കല്ലേ. ഈ പോക്ക് പോവുകയാണെങ്കിലേ നിന്നെ ഞാൻ വളച്ചൊടിക്കും. സത്യം പറ, നീ എന്തിനാണ് കഫേ പോയത്? നീ ഏത് കൂട്ടുകാരനാണ് കണ്ടത്? മാനസിക സമ്മർദ്ദം, പീഡനം, പ്രഷർ ഇതൊക്കെ അനുഭവിപ്പിക്കാൻ വേണ്ടിട്ടാണ് ദുബായ് തന്നെ കൂടെ ലീവിന് വിളിച്ചു വരുത്തിയത്. ഈ മാനസിക സമ്മർദ്ദവും പീഡനവും പ്രഷറൊക്കെ തുടങ്ങിയിട്ടില്ലല്ലോ, അതൊക്കെ തുടങ്ങാൻ പോണേലേ ഉള്ളൂ. എന്റെ പൊന്നെ എന്തോ ലച്ചു, എന്തോന്ന് ബഹളം ഇത്? അത് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂലേ? ആ വന്നിട്ട് 3 വെള്ളിയാഴ്ചയിലേ ആയുള്ളൂ. അതിന് മുന്നേ അവന് വാഷ് ഔട്ട് ആക്കോ? ഇതിന് വേണ്ടിയാണോ അവൻ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് നീ? അമ്മ ഒന്നും മിണ്ടാരി അമ്മായി, ഇവനെ ഞാൻ ശരിയാക്കും. എന്റെ അമ്മായി സംശയരോഗം ഇവക്ക് ഭയങ്കര സംശയരോഗം. ഞാൻ ഇവളുടെ ബ്യൂട്ടി പാർലറിന്റെ വാതിക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ പഴയ ഒരു സുഹൃത്ത് വണ്ടിക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. തൊട്ടപ്പുറത്തുള്ള കാഫയിൽ പോയി ചായ കുടിച്ചു. പിന്നെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, അത്രേ ഉള്ളൂ. കുറച്ചോ? കൊറേ ലേറ്റ് ആയി. തൊട്ടപ്പുറത്ത് ഭാര്യ ഇരിക്കണ്ട്, എന്നെ കൊണ്ടേ കാണിച്ചില്ല കൂട്ടുകാരനെ, എന്നിട്ട് ഇത്രയും ദൂരമുള്ള വീട് കാണിക്കാൻ കൊണ്ടു നിൽക്കുന്നു. സിദ്ധുവേ, ലച്ചു പറഞ്ഞൊരു പോയിന്റ് ആണല്ലോ. എന്നാ അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവളുടെ ബ്യൂട്ടി പാർലറിനകത്ത് പുട്ടിയൊക്കെ ഇട്ടിരിക്കുക, അപ്പൊ എങ്ങനെയാ കൊണ്ട് കാണിക്കുന്ന ഒരാളെ കൊണ്ട്? സിദ്ധു പറഞ്ഞത് പോയിന്റ് അല്ലേ ലച്ചു? പാർവണിയാ നിന്നെ കൊണ്ടുപോ. പൊള്ളുന്നുണ്ടല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പോയി തരൂ, എനിക്ക് കുറച്ച് സമാധാനം വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ പോയി തരാമേ. അയ്യോ അമ്മായി ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ. അത് കുഴപ്പമില്ല, ഞാൻ പോയി തരാം. അല്ല പോയി. എന്ത് ചിരിയിലൊരു കള്ളത്തരം? എന്ത് കള്ളത്തരം? സത്യം പറ സിദ്ധു, നീ നിന്റെ കൂട്ടുകാരനെ കണ്ടപ്പോ ഞാൻ ആ പാർലറിൽ ഇരിക്കുന്ന കാര്യം നീ മറന്നുപോയതല്ലേ? ഇതെന്തൊക്കെയാ ലച്ചു പറയുന്നേ? ഇങ്ങനെയൊക്കെ ഒരാളോട് പറയാൻ പാടുണ്ടോ? ലച്ചു നീ കല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? എന്റെ പൊന്നെ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണോ പൊന്നെ ഞാൻ ദുബായിൽ ഇങ്ങോട്ട് വന്നത്? എന്നെ കൊല്ല്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ല? എന്നെ കൊല്ല്. എന്നാ പിന്നെ മക്കൾക്ക് കൂട്ടിരിക്കാൻ പാടില്ലായിരുന്നോ? അത് പറയാൻ തന്നെയാണല്ലോ. നിന്റെ അച്ഛനെ മികച്ചൊരു നടനാ. അച്ഛനോട് പറയാം സിനിമയിലും നടനായിട്ട് അഭിനയിക്കാൻ. എന്നാ പിന്നെ അമ്മയ്ക്ക് അഭിനയിച്ചൂടെ? അമ്മ ഓഡീഷന് പോവാട്ടാ. പക്ഷെ അമ്മയ്ക്ക് കിട്ടൂല. എന്താ? എനിക്ക് സൗന്ദര്യമില്ല. കൊഴപ്പില്ല, എന്റെ കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടല്ലോ, അത് മതി. കുഞ്ഞാ വല്ലതും കഴിക്കണ്ടേ? എന്നാ വാ. സിദ്ധു എന്തേ മോളെ? ആക്കറിയാം, അവിടെ എവിടെയെങ്കിലും കാണും. എന്താടി പ്രശ്നം? ഗൗരി എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്റെ അമ്മൂമ്മ, ഈ നെഞ്ചത്തടിയും കലച്ചിലൊക്കെ നമ്മൾ എന്തോരം കണ്ടിട്ടുള്ളതാ ഈ വീട്ടില്. പിന്നെ ആണുങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്, എന്തെങ്കിലും കളത്തരം കാണിച്ചാൽ ഓടെ തന്നെ നെഞ്ചത്തടി കൊല്ലും പറഞ്ഞുള്ള നേരം വിളി. എന്റെ ലച്ചു, നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കല്ലേ. ചേച്ചി ശരിക്കും ചേച്ചിയുടെ പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നം പറഞ്ഞാൽ മാഡം പരിഹരിച്ചു തരൂ. പലഹാരമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു, ഇപ്പൊ പരിഹാരമായി പോയില്ലേ? അമ്മൂമ്മ നോക്കിക്കോ, ഇന്ന് ഞാനേ അവനെ പൊളിച്ചടുക്കും, അവന്റെ സത്യങ്ങളൊക്കെ ഞാൻ ചൂഴ്തെടുക്കും. என்ன லட்சு இது? நம்ம சித்து ரொம்ப பாவம் தான், கள்ளத்தரம் எல்லாம் காமிக்க மாட்டான். ആന്റി, അവൻ പണ്ട് കളത്തിലൊന്നും കാണിക്കൂലായിരുന്നു, ഇപ്പൊ ഓരോന്നൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേശവൻ അങ്ങനെ ആശാനാവണ്ട. അച്ഛന് കേശവൻ എന്ന് പേരുണ്ടോ? ആ, അച്ഛന് കേശവൻ എന്ന് പേരുണ്ട്. ഞാനിത് കണ്ടേ ഇല്ല.
എന്റെ പൊന്നു ലച്ചു, നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു ഇവിടെ വലിയ അടി ഉണ്ടാക്കാതെ ഞാൻ വെറുതെ വിട്. വിട്ട് കളയാൻ ഇവിടെ ചെറിയ പ്രശ്നം ഞാൻ വിടുന്നില്ല, പിന്നെയാണ് ഇത്രയും വലിയ പ്രശ്നം. ശരിക്കും എന്താ പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം ഞാൻ അറിയും, അപ്പോഴാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങാൻ പോണത്. ദൈവമേ, ഒരു വിധത്തിൽ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. പറ്റുന്നില്ലല്ലോ, അമ്മായിക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, പിന്നെയാണ് അവൻ അഭിനയിച്ച് മനസ്സിലാക്കാൻ പോണത്. കനകം, ബാ നമുക്ക് അടുപ്പിരിക്കുന്ന രസം എന്തോ എന്ന് നോക്കാം. രസമാ? നമ്മ വെക്കവേ ഇല്ലേ അമ്മ? എന്നാ പിന്നെ ബാ വയ്ക്കാം. മക്കളൊന്നും കഴിച്ചില്ലല്ലോ, ബാ നമുക്ക് കഴിക്കാം. ആറങ്ങോട്ടാ, ബാ ഇങ്ങോട്ട്. പാറു നീയും ചെല്ല്. എടി നിന്റെ നോട്ടം കാണുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിങ്ങൾക്ക് അടി ഉണ്ടാക്കണമെങ്കിൽ റൂമിൽ കയറി അടി ഉണ്ടാക്കുക. എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കണേ? അതിന് നല്ലത് അമ്മായി റൂമിൽ കയറി പോണതല്ലേ. എന്നാലും എന്റെ ലച്ചു, ഞാൻ നിന്നെ മറന്നുപോയെന്ന് നീ പറഞ്ഞില്ലേ, അതെനിക്ക് കൊണ്ടു. സിദ്ധുവേ, എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറ. ഇതാണ് നിനക്ക് എന്നെ വിശ്വാസമില്ല, ഒട്ടും വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. ശരി, ഞാൻ വിശ്വസിക്കാം. നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അത് വേണ്ട വേണ്ട വേണ്ട, ഇതാ ഞാൻ പറഞ്ഞേ, ലച്ചൂസിന് എന്റെ അടുത്ത് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസമില്ല എന്ന്. എനിക്കറിയാവുന്ന ഒരു ലച്ചു ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നതും എന്നെ മാത്രം സ്നേഹിക്കുന്ന ലച്ചു. ഇത് വേറെ ഏതോ ലച്ചു. ലച്ചൂസിന് എന്നെ മനസ്സിലാവുന്ന പോലും ഇല്ല ഇപ്പൊ. ഭർത്താവ് നോക്കൂല, പറ്റിച്ച് തരിഞ്ഞേ. ലച്ചു പയ്യെ പറ, ആൾക്കാരെ കേൾക്കും. എന്റെ പൊന്നു സിദ്ധു, ഒന്നാമത് നിനക്ക് കള്ളം പറയാൻ അറിയാൻ പാടില്ല. അതിന്റെ കവർ ചെയ്യാൻ വേണ്ടി അവന്റെ ഒടുക്കത്തെ ഒരു അഭിനയവും. എന്തിനാ പറ്റാത്ത പണിക്കൊക്കെ പോവാൻ നിൽക്കണത്? ലച്ചൂസേ, ഞാനൊന്ന് സത്യം പറയട്ടെ. നീ ബ്യൂട്ടി പാർലറിനകത്തോട്ട് കയറിയില്ലായിരുന്നോ? ആ സമയത്ത് എന്റെ ഒരു പഴയ ഫ്രണ്ട് വന്നു. ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്തെ കാഫേ പോയി ചായ കുടിച്ച് സംസാരിച്ചു. പിന്നെ ഈ വീട്ടിലോട്ട് വന്നു. അപ്പൊ ചെറുതായിട്ടൊന്നും നിന്റെ കാര്യം പറ്റിപ്പോയി. സോറി. മനസ്സിലായി? അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഞാനില്ല. അങ്ങനല്ല ലച്ചൂസേ, എനിക്ക് പറ്റിപ്പോയതാടാ. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാടാ, സീരിയസ്ലി. ലച്ചൂസേ, ഈ ഭാര്യനെ മറക്കുന്ന ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. അയ്യോ എന്റെ പൊന്നു ലച്ചൂസേ, അങ്ങനൊന്നും പറയല്ലേ. ലച്ചൂസേ, നീ ചങ്ക് കണ്ട ഇതൊന്ന് വിട്ടുപോണെന്ന് നോക്കി. നീയും കൊച്ചുവാണ് അതിനകത്തുള്ളത്. തുറക്ക്. ലച്ചൂസേ, ക്ഷമിക്കണം, പറ്റിപ്പോയി. ഇനി നിന്നെ എവിടെ മറന്നു വെച്ച് കഴിഞ്ഞാലും അവിടെ ഞാൻ തിരിച്ചെടുത്തോണ്ട് വന്നോളാം. സോറി, മാപ്പ്. എന്താണേലും മുട്ടുകുത്തിയല്ലേ. Will you marry me? Will you marry me again? Sorry. It's okay.